നീലഗിരി മേഖലയിലെ കനത്ത മഴയെ തുടർന്ന് വഴിക്കടവ് പുന്നപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. ജലനിരപ്പ് ഉയർന്നതോടെ പുഞ്ചക്കൊല്ലി, അളക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടു. മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, ഈ പുഴയിലെ കുത്തൊഴുക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഏതൊക്കെ പുഴയുടെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണം? ഒപ്പം അവിടെ ഈ ആദിവാസി മേഖലകളിലടക്കം സ്വീകരിച്ചിരിക്കുന്ന മുൻകരുതലുകൾ എന്താണ്? ഗൂഗിൾ റെഡ് അലേർട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ മലപ്പുറത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഒരു ചാറ്റൽ മഴയാണ് പെയ്യുന്നത്. അത് ഇപ്പോഴും ആ ഒരു ചാറ്റൽ നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ പുന്നപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നത്. അത് മലപ്പുറത്ത് പ്രത്യേകിച്ച് ഈ നിലമ്പൂർ മേഖലയിൽ വലിയ രീതിയിലുള്ളൊരു മഴ ഇല്ല എന്നുണ്ടെങ്കിലും ഇവിടുത്തെ മലയോര മേഖലയായിട്ടുള്ള അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള നീലഗിരിയിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പുന്നപ്പുഴ ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകിയിരിക്കുന്നത്. ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നു. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും അത് പിന്നീട് ഒരു മലവെള്ളപ്പാച്ചിൽ മാറി എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ഒപ്പം തന്നെ ഈ പുന്നപ്പുഴയുടെ ഒരു ഭാഗത്ത് താമസിക്കുന്നത് 2 ആദിവാസി നഗറുകളാണ് അവിടെ ഉള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ പുഞ്ചക്കൊല്ലിയും അളക്കൽ ആദിവാസി നഗറുകളാണ് ഉള്ളത്. അവർ ഈ വഴിക്കടവുമായി ബന്ധപ്പെട്ടിരുന്നത് ഒരു ചങ്ങാടത്തിൽ മാത്രമായിരുന്നു. 2018 പ്രളയത്തിൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി. അതിനുശേഷം പിന്നീട് ചങ്ങാടം മാത്രമായിരുന്നു ഇവർക്കൊരു ആശ്രയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടുകൂടി ചങ്ങാടത്തിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ചുരുക്കത്തിൽ ഈ 2 ആദിവാസി നഗറുകളും ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഏകദേശം 100-ലേറെ ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഏറ്റവും അവസാനമായി ലഭിക്കുന്നത് ഈ ജലനിരപ്പ് ചെറിയ തോതിലെങ്കിലും ഒന്ന് കുറഞ്ഞിരിക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ നീലഗിരി മേഖലയിൽ ഇനിയും അതിശക്തമായി മഴ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചാലിയാറിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം ഉണ്ട്. ആ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്ന ആളുകളൊന്നും പുഴയിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. കാരണം മലപ്പുറത്ത് മഴയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ തമിഴ്നാടിൻ്റെ മലയോര മേഖലയിൽ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത് നിലമ്പൂർ മേഖലയിലെ പുഴകളിലാണ്. അതുകൊണ്ട് തന്നെ കരിമ്പുഴ, ചാലിയാർ, ഒപ്പം തന്നെ ഈ പുന്നപ്പുഴയൊക്കെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഇനിയുള്ള ഓരോ മണിക്കൂറിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണമെന്നും ഇതിനോടകം അറിയിക്കുന്നു. ഗോകുൽ, വിപിൻ, നാളെയും മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? നാളെയും യെല്ലോ അലർട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്ത് മറ്റിടങ്ങളിലേക്ക് വന്നാൽ തീരമേഖലയിലടക്കം മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഒരു ചാറ്റൽ മഴ മാത്രമാണ്. പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് പൊതുവെ മലപ്പുറം ജില്ലയിൽ ആകെ ഉള്ളത്. അപ്പോൾ ഈ തീരദേശ മേഖലയിലായാലും മലയോര മേഖലയിലായാലും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. ഒപ്പം തന്നെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ KSEBിയിലായാലും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പിലൊക്കെ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ എത്രയും വേഗം ആ രീതിയിലേക്ക് മാറണം. ഏതെങ്കിലും രീതിയിലൊരു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു കാരണവശാലും യാത്രകൾ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തുലാവർഷത്തിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അപേക്ഷിച്ച് ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ഇപ്പോൾ മലപ്പുറം. കാരണം 440 മില്ലിലിറ്റർ കിട്ടേണ്ട സ്ഥാനത്ത് ഏകദേശം 301 മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം മഴ കൂടുതൽ, ഈ റെഡ് അലേർട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മഴ അതിശക്തമായി പെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അപകട ഭീഷണിയുള്ള ഏതെങ്കിലും ഒരു പ്രദേശമുണ്ടെങ്കിൽ എത്രയും വേഗം അവിടുന്ന് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. തഹസിൽദാർമാർ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതയിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഗോകുൽ, ശരി, വിപിൻ സി വിജയനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും പലയിടത്തും മഴ പെയ്യുന്നു, പാലായിലടക്കം മഴയെന്ന കമന്റുകൾ വരുന്നുണ്ട്. മഴയുടെ അടക്കം കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.